ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴവും മുട്ടയും വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പഴവും മുട്ടയും തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. പഴത്തിന് ഫസ്റ്റ് നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. 2 പഴവും ഇതുപോലെ ചെയ്യണേ. പഴം കംപ്ലീറ്റ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത പഴത്തിന് നമുക്ക് കുറച്ച് നേരം അവിടെ മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്ക് ഒരു മുട്ടേൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ എടുത്ത 3 മുട്ടയും പൊട്ടിച്ച് വെച്ചിടണം കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു പിഞ്ച് സോൾട്ട്, പിന്നെ ഒരു 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പ് പാല്, പിന്നെ ഒരു 1 ടീസ്പൂൺ മൈദ കൂടി ചേർക്കണേ. ഞാനിതിവിടെ മിസ്സായി പോയതാട്ടോ. ഇനി ഇതൊക്കെ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇത് അവിടെ കുറച്ച് നേരം മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ കട്ട് ചെയ്ത പഴത്തിനൊക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഗീ ആണ് എടുക്കുന്നത്. ഗീ തന്നെ എടുക്കണം, അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇതിന് പകരം ബട്ടർ എടുക്കട്ടെ, കുറച്ചുകൂടി ടേസ്റ്റ് ഗീ ആണ് കേട്ടോ. ഇനി നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ പഴം കംപ്ലീറ്റ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ ആ സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടാവും. ഓപ്പോസിറ്റ് സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായാലും നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ കുക്ക് ചെയ്യണേ. ഇതിപ്പോൾ 2 സൈഡും നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ സ്നാക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാനെടുത്തിരിക്കുന്ന ഒരു അപ്പച്ചട്ടിയാണ്. നിങ്ങളെടുത്ത് പാൻ കേക്കിൻ്റെ ഒരു പാൻ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ഇനി നെയ്യിന് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും നിന്ന് ചുറ്റിച്ചെടുക്കണേ. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത പഴയില്ല, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇത്ര പഴം എടുത്തിട്ടുള്ളൂ, ഇതുപോലെയാണ് ഒന്ന് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് എഗ്ഗിൻ്റെ മിക്സ്ചർ ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്നാവും. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ഇത് ഒരു 2-3 മിനിറ്റ്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്ക് മൂടി തുറന്നിട്ട് ഇതൊന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മറ്റേ സൈഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കാവും. കണ്ടില്ലേ, ഇതിപ്പോൾ 2 സൈഡും കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് എടുക്കാം. ഇനി ബാക്കി വരുന്ന പഴം കൊണ്ട് ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഈ ഒരു 2 പഴവും 3 മുട്ടയും വെച്ചിട്ട് നമുക്കൊരു 3 to 5 സ്നാക്സ് വരെ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങളിനി ബാക്കി സ്നാക്സൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനതിൻ്റെ വീഡിയോ ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പഴവും മുട്ടയും യൂസ് ചെയ്തിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.